വിശുദ്ധ ലൂക്ക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 31-ാം തിരുവചനം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. നമുക്ക് ഒരിക്കൽ കൂടി ശ്രമിക്കാം. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു തിരുവചനം ഇവിടെ വരുമ്പോൾ 7-ാം അധ്യായം സുവിശേഷ ഭാഗ്യങ്ങളുടെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക, രോഗികളെ സുഖപ്പെടുത്തുന്ന, അപ്പസ്തലന്മാരെ തെരഞ്ഞെടുക്കുന്ന, ഇങ്ങനെ കുറെ പ്രവർത്തനങ്ങളിലൂടെ കടന്നു വന്നതിന് ശേഷമാണ് ഈശോ ഈ ഒരു വചനം ഇവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്ന് പറഞ്ഞ ഒരു പുതിയ സ്നേഹ സംസ്കാരമാണ് ഈശോ കൊണ്ടുവന്നത്. സുവിശേഷത്തിന്റെ ഒരു കാതലായ രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നത് അത് നമ്മൾ ധ്യാനിക്കണം. ആ 7-ാം അധ്യായത്തിലെ തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക എന്നുള്ളത് നമ്മൾ വായിക്കണം, നമ്മളത് ധ്യാനിക്കണം. കാരണം ഒരു പുതിയ സംസ്കാരം, സ്നേഹത്തിന്റെ സംസ്കാരം ഈശോ നമ്മുടെ മുമ്പിലേക്ക് നൽകുകയാണ്. അതിനെ തുടർന്നാണ് ഈ തിരുവചനങ്ങൾ. അപ്പൊ നമുക്ക് മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കണം, ബഹുമാനിക്കണം, അംഗീകരിക്കണം, ആദരിക്കണം, നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണം എന്നൊക്കെ നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. ഇത് സ്വാഭാവികമായിട്ട് നമ്മളിൽ ഉണ്ടാകേണ്ട വികാരങ്ങൾ, ഫീലിങ്സ് ആണ്. പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ഇപ്പോ ഇത് വളരെ വിചിന്തനം ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ കാലഘട്ടം ഒരുപാട് അടിമത്തങ്ങളിലേക്ക് വിശ്വാസ സമൂഹം കടന്നുപോയി. ക്രിസ്ത്യാനികളുടെ ജീവിത രീതികളെ കാണുമ്പോൾ കർത്താവ് വിശ്വസിക്കുക എല്ലാ അടിമത്തങ്ങളും നമുക്ക് മോചനം നൽകി. എന്നാൽ നമ്മൾ ഇന്ന് നമ്മുടെ പല മേഖലകളിൽ നമ്മൾ കാണുന്നത് അടിമത്തങ്ങളിലേക്ക് നമ്മൾ തന്നെ ചെന്ന് കയറുന്നതാണ് നമ്മൾ കാണുക. ഇതുപോലെ സുവിശേഷ പ്രഘോഷണങ്ങൾ ലോകമെമ്പാടും നടന്നുകൊണ്ടിരുന്നിട്ടും അനേക ധ്യാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും കൂട്ടായ്മകളിലൂടെ എല്ലാം കടന്നുപോയിട്ടും സ്വയം അടിമയായി തീരുവാനായിട്ട് ഇടിച്ചു കയറുന്ന പ്രവണതകളെ നമ്മൾ പലയിടത്തും ദർശിക്കുകയാണ്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ തിരുവചനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തില് പാടങ്ങളിലും പണിശാലകളൊക്കെ പണിയെടുത്തുകൊണ്ടിരുന്ന, അടിമകളെ പോലെ പണിയെടുത്തുകൊണ്ടിരുന്ന വലിയ അയിത്തങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് മാറുമറയ്ക്കുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള അടിമത്തങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെയുള്ള അടിമത്തങ്ങളിലൂടെ കടന്നുപോയിടത്തെല്ലാം സുവിശേഷം കടന്നു വന്നപ്പോൾ, സുവിശേഷ പ്രഘോഷകർ കടന്നു വന്നപ്പോൾ, നമ്മുടെ വൈദികര് കടന്നു വന്നപ്പോൾ, സുവിശേഷ വേല ചെയ്യുന്ന അനേകര് കടന്നു വന്നപ്പോൾ അടിമത്തങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിച്ച് നല്ല സർവ്വ സ്വാതന്ത്ര്യത്തോടെയും ഒക്കെ ജീവിക്കുവാനായിട്ട് ഇടവന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് അന്ന് മാറുമറയ്ക്കാതെ നടന്നതുപോലെ തന്നെയുള്ള ഒരു അടിമത്തത്തിലേക്കാണ് ഇന്ന് നമ്മുടെ വസ്ത്രധാരണ രീതികൾ, നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ ജീവിക്കുന്ന രീതികളെല്ലാം അടിമത്തങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പ്രവണത നമുക്ക് കാണുകയാണ്. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന്റെ ഒരു എന്താ പറയുന്നത്, എനിക്കതിന് വാക്കുകൾ പോലും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മുടെ കുടുംബങ്ങൾ മാറണം, നമ്മുടെ മാതാപിതാക്കൾ മാറണം, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പഴയ അടിമത്തങ്ങളിലേക്ക് പോവുകയാണ്. ഈ ഒരു വേദന നമ്മൾ പങ്കുവയ്ക്കണം. നമ്മുടെ കുടുംബങ്ങളെ നവീകരിക്കണം, നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണം, മക്കളെ നന്മയുടെ പാതയിലേക്ക് നയിക്കുവാനായിട്ട് നമ്മൾ ഇന്ന് ശക്തമായിട്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. പ്രാർത്ഥനയും പ്രാർത്ഥനയെക്കാൾ ഉപരി നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നമ്മൾ മക്കളുടെ മുമ്പിൽ കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയാണ് ഇന്ന് ഈ തിരുവചനത്തിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ ഞാനിത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് കാണുകയും കേൾക്കുകയും അറിയുകയും പരിഹാരത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന വിപരീത സാഹചര്യങ്ങളെല്ലാം കണ്ടുകൊണ്ടാണ് ഇന്ന് ഈ കൂട്ടായ്മയിൽ ഈ തിരുവചനത്തിലൂടെ നാം കടന്നു പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ അവരോട് അങ്ങനെ ആയിരിക്കണം, അങ്ങനെ ആകണം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ കൂട്ടായ്മകളിൽ വന്ന് വചനങ്ങൾ കേട്ടു, പ്രാർത്ഥിച്ചു, ഇമോഷണലായിട്ട് പല കാര്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകേട്ട് പോകുന്നതല്ല സുവിശേഷ ശ്രവണത്തിന്റെ വലിപ്പം എന്ന് പറയുന്നത്. അത് സുവിശേഷം നമ്മൾ പ്രാവർത്തികമാക്കണം. തിരുവചനങ്ങളുടെ ശക്തിയും മഹത്വവും അതിന്റെ ആഴവും അതിന്റെ ഉയർച്ചയും നമ്മൾ തിരിച്ചറിയണം. പൗലോസ് അപ്പോസ്തലൻ കണ്ടു. അതിനുശേഷമാണ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ മാറ്റുവാൻ സാധിക്കും? ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും അളക്കുവാൻ ആർക്ക് സാധിക്കും? ആ രീതിയിലൂടെ
സുവിശേഷം കേൾക്കുന്നവര്, സുവിശേഷം പ്രഘോഷിക്കുന്നവര്, സുവിശേഷം അനുസരിച്ച് ജീവിക്കുന്നവരെല്ലാവരും ദർശിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ഒരു മാറ്റവും ഒരു കോംപ്രമൈസും ഇല്ലാതെ നമ്മൾ പോകണമെന്നുള്ളതാണ് ഈ സുവിശേഷ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 10 പ്രാവശ്യം ഒരു അധ്യായത്തിൽ ഞാൻ കാണുക 10 പ്രാവശ്യം പറയുകയാണ് ദുരിതം ദുരിതം ദുരിതമെന്ന്. എന്നാൽ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന തിരുവചനങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ കാണുന്നത് 4 പ്രാവശ്യം ഭാഗ്യവാന്മാരെന്നും 4 പ്രാവശ്യം ദുരിതമെന്നും അവിടെ സുവിശേഷകർ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്. നമ്മളിത് ശ്രമിക്കണം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 20 മുതലുള്ള തിരുവചനങ്ങളോട് നമ്മൾ കടന്നു പോകണം. ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പങ്കുവെച്ചപ്പോൾ ഭാഗ്യവാന്മാർ എന്താണ്? ക്രിസ്തുവിലേക്കുള്ള പ്രയാണമാണ് ജീവിതം എന്നുള്ള ചിന്തകളിലൂടെ നമ്മൾ കടന്നു വന്നു. കർത്താവിന്റെ പ്രബോധനത്തിൽ ആനന്ദം കണ്ടെത്തുന്നവൻ, രാപകൽ മന്ത്രിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിച്ചു, ചിന്തിച്ചു. ഇവിടെ കരയുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ദുരിതം എന്ന, ഭാഗ്യവാൻ എന്ന വാക്ക് കഴിഞ്ഞിട്ട് ദുരിതം എന്ന വാക്ക്, ഈ ദുരിതത്തിന്റെ ഒരു അർത്ഥവും ആഴവും എത്ര ഭയാനകമാണെന്ന് അറിയാമോ? സുവിശേഷത്തിന് വിരുദ്ധമായി ജീവിച്ചാൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നാകുന്ന ക്രിസ്തുവിനെതിരായി നാം ജീവിച്ചു പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ സംഭവിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് ഏതെല്ലാം അവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത്. പാപത്തിന്റെ പരിണിത ഫലമായുള്ള പ്രഹരങ്ങൾ ഏറ്റുകൊണ്ടാണ് ഇന്ന് പല വിശ്വാസ സമൂഹങ്ങൾ കടന്നു പോകുന്നത്. എത്ര ധ്യാനം കൂടിയാലും മാറ്റങ്ങൾ വരുത്തത്തില്ല, എത്ര ധ്യാനം കൂടിയാലും എത്ര പ്രാർത്ഥനകളിൽ പോയാലും മാറ്റങ്ങൾ വരുത്താതെ പോകുന്ന അവസ്ഥകൾ, അത് വലിയ തകർച്ചകൾ, ദുരിതങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ മേഖലകള്, അവരുടെ ആത്മീയ മേഖലകള് എല്ലാം നമ്മൾ മനസ്സിലാക്കുകയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെ നമ്മളോട് പെരുമാറണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ അവരോട് പെരുമാറുന്നവരായി നാം മാറണം. എന്റെ മുമ്പിലേക്ക് വന്ന ഒരു വേദന നിറഞ്ഞ ഒരു അവസ്ഥയാണ്. 35 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവരുടെ ഒറ്റ മകള് മാത്രമാണ്. ഒരു മാതാപിതാക്കൾ വിവാഹം ആലോചിക്കുകയോ നടത്തുകയോ ഒന്നും ചെയ്യുന്ന, അവരുടെ ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ ഏതെങ്കിലും തരത്തിലൊക്കെ മേടിച്ചെടുക്കും, വരുന്ന കല്യാണങ്ങൾ മുഴുവൻ ഉഴപ്പി വീടും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഒരു കുട്ടിയുടെ കരച്ചിലും ഒക്കെ വേദന. ഇത് 4 മണിക്കൂറാണ് ഞാൻ ആ കുഞ്ഞുമായിട്ട് സംസാരിച്ചത്. പ്രിയമുള്ള, ഇതുപോലൊക്കെ തന്നെ എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ അറിവിൽപ്പെടാത്തോ അറിഞ്ഞോ ഒക്കെ ഇങ്ങനെ കാണുമായിരിക്കാം. മാതാപിതാക്കളുടെ കാഴ്ചപ്പാടുകൾ മാറണം, മനോഭാവങ്ങൾ മാറണം. ഇല്ലെങ്കിൽ ദുരിതം 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 എന്ന് പറയുന്ന ആ വചനത്തിന്റെ ഒക്കെ അർത്ഥവും ആഴവും ഒക്കെ എത്ര ഭയാനകമാണെന്ന് നമ്മൾ തിരിച്ചറിയാം. ഭാഗ്യവാൻ എന്ന് കേൾക്കുമ്പോൾ ആ ഭാഗ്യവാനായി മാറുന്ന വ്യക്തിയുടെ ശക്തിയും മഹത്വവും നമ്മളത് തിരിച്ചറിയാം. അത് ഏതെല്ലാം രീതിയിലൂടെയാണ്, ചുമ്മാ കിട്ടുന്നതല്ലല്ലോ ആ ഭാഗ്യം. നല്ല അധ്വാനമുണ്ട്, നല്ല കഷ്ടപ്പാടുകളുണ്ട്, നല്ല ക്ലേശങ്ങളുണ്ട്. ദുരിതം എന്ന വാക്കിന്റെ അർത്ഥം അതുപോലെ തന്നെയാണ്. അത് അത്ര ഭയാനകമാണ് ആ വാക്കിന്റെ ഒക്കെ അർത്ഥം. അതുകൊണ്ട് തിരുവചനങ്ങളുടെ അർത്ഥവും ആഴവും നമ്മൾ മനസ്സിലാക്കണം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം തിരുവചനം കർത്താവ് പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളെ കുറിച്ചോ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചോ അറിയത്തില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. പ്രിയമുള്ളവരെ, ഈ കൂട്ടായ്മയിലൂടെ തിരുവചനങ്ങൾ ശ്രവിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് അവിടെ യാതൊരു വിട്ടുവീഴ്ചകളും ഇല്ലാതെ അത് പാലിക്കുന്നിടത്തേക്ക് നാം മാറണം. മാറിയില്ലെങ്കിൽ ഇതൊക്കെ വ്യർത്ഥമായി പോവുകയാണ്. നമുക്കറിയാം, ലൂക്കാ സുവിശേഷകനിലൂടെ നാം കാണുമ്പോൾ ഒരു പുത്രൻ നാശത്തിന്റെ വഴിയിലേക്ക് പോകുന്ന, അപ്പന്റെ അരികിലേക്ക് പോകുന്നത് നാം കാണുന്നുണ്ട്. അപ്പന്റെ അരികിലേക്ക് പോയ ആ മനുഷ്യൻ, ആ മകൻ തിരിച്ചു വരുന്നത് ഏതെല്ലാം തലത്തിലൂടെയാണ് എന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ അത് മനസ്സിലാക്കിയെടുക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ആ മടങ്ങി വരവിനുള്ള വഴി നമ്മളിൽ തന്നെ ഉണ്ടാകണം. നമ്മളിൽ മടങ്ങി വരവിന്റെ വഴികൾ നമ്മൾ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ച് നേടിയെടുക്കണം. ആ മടങ്ങി വരവിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, കെറ്റഫിസം എന്ന ഒരു വാക്ക് ഗ്രീക്ക് വാക്കാണ്, ധൂർത്തപുത്രൻ എന്നാണ് അതിന്റെ ഒരു അർത്ഥമൊക്കെ പോകുന്നത്. മടങ്ങി വരവ്, വാത്സല്യത്തോടെ ചുംബിച്ചു, തുടരെ തുടരെ ചുംബിച്ചു എന്ന് പറയാം കെറ്റഫിസം എന്ന വാക്കിലൂടെ. മകന്റെ മടങ്ങി വരവ് കണ്ടപ്പോൾ പിതാവ് സ്വീകരിച്ചതിനെ കുറിച്ചുള്ള വിവരണമാണ്
പിതാവിന്റെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുന്ന ഒരു വാക്കാണ് കെറ്റഫിസൻ എന്നുള്ള വാക്ക്. പ്രിയമുള്ളവരെ, മക്കള് തെറ്റുകൾ ചെയ്തു അല്ല ഒരു മടങ്ങി വരുമ്പോൾ അവരെ എങ്ങനെയാണ് കാണേണ്ടത്, അല്ല തെറ്റ് ചെയ്യുന്ന മക്കളെ എങ്ങനെയാണ് തിരുത്തി കൊണ്ടുവരേണ്ടതെന്നുള്ള വലിയ ചിന്തകൾ ഇവിടെ കൊണ്ടുവരണം. നമ്മുടെ മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇത് ഒരുപാടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചങ്ങനാശ്ശേരിക്ക് പോയപ്പോൾ ഒരാൾ പറയുകയാണ്, ഒരു പ്രായം ചെന്ന ഒരാള് നീണ്ട വർഷങ്ങൾ വിദേശത്തായിരുന്നു, തിരിച്ചു വന്നപ്പോൾ ഭാര്യയും മക്കളും എല്ലാവരും കൂടെ സകല സ്വത്തുക്കളും അടിച്ചു മാറ്റി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആ മനുഷ്യന്റെ ഒരു കരച്ചിലും സങ്കടവും ഒക്കെ കേസുകൾ നടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോ മക്കളെ സ്നേഹിക്കേണ്ടതുപോലെ സ്നേഹിച്ചില്ല എങ്കിൽ, സമ്പത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് മക്കളെ പഠിപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആ മക്കളും അത് തന്നെയല്ലേ, അങ്ങനെയല്ലേ ഏത് വിത്താണോ ഇട്ടിരിക്കുന്നത് ആ വിത്തല്ലേ മുളച്ചു പൊങ്ങി വരിക. അപ്പോ നമ്മുടെ ജീവിത രീതികളിലൊക്കെ മാറ്റം വരുത്തണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് ശ്രമിക്കുമ്പോൾ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഈ തിരുവചനത്തിന്റെ വ്യാഖ്യാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയം കടന്നുപോകണേ, കീറി മുറിയണം നല്ലതുപോലെ. കൊഴുത്ത കാളക്കുട്ടിയെ ആഘോഷമാണ്. ഒരു മകൻ മടങ്ങി വരുമ്പോൾ, മാനസാന്തരപ്പെടുമ്പോൾ, ധ്യാനം കഴിഞ്ഞ് വരുമ്പോൾ, പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ ഒക്കെ മാതാപിതാക്കൾ മക്കളെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യങ്ങളാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്. മക്കൾ അതുപോലെ ചെയ്യണമെന്നില്ല, പക്ഷെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് കാണുന്ന മക്കളിൽ വലിയ പരിവർത്തനങ്ങളുണ്ട്. നമുക്കറിയാം, മാവ് കുഴയ്ക്കുന്നതിന് മാവിനെ കുറിച്ച് ഈശോ പറയുന്നുണ്ട്. മാവ് അല്പം പുളിമാവ് മതി, അല്പം പുളിമാവ് മാവിനകത്ത് ചേർത്ത് കഴിഞ്ഞാൽ അത് എപ്പോഴാണ് അത് മുഴുവൻ പുളിക്കുന്നത് നമുക്കറിയത്തില്ല. ഇങ്ങനെ കൊമള പൊട്ടുന്ന പോലെ പൊട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമ്മൾ വചനം ശ്രവിച്ചു കഴിയുമ്പോൾ, വചനം നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വചനം നമ്മളിൽ ഇങ്ങനെ ഈ മാവിനകത്ത് പുളിമാവ് ചേർത്ത് കഴിയുമ്പോൾ പുളിച്ച് പൊട്ടി കൊമളകൾ പൊട്ടി ഇങ്ങനെ വരുന്നത് പോലെ തന്നെ വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ അർത്ഥം, ആഴം, അത് ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് തുടങ്ങും. ഇതുപോലെ തന്നെയാണ് കടുകുമണിയെ കുറിച്ച് ഈശോ പറഞ്ഞത്. കടുകുമണി ഏറ്റവും ചെറിയ ഒരു വിത്താണ്, പക്ഷേ അതൊരു മരമായി മാറും. വലിയ മരമെന്നല്ല പറയുന്നത്, മറിച്ച് അതൊരു മരമായി മാറും. പക്ഷികൾ വന്നിരിക്കും. നമ്മുടെ ഇവിടെ കാണുന്ന കടുക് വൃക്ഷം പോലെയല്ല, ഇസ്രായേലിലെ ഒക്കെ കടുക് മരം കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്, പക്ഷികൾക്കൊക്കെ വന്നിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്? ഈ ചെറിയ വിത്ത് അത് വളർന്ന് മരമായി ഫലം പുറപ്പെടുവിക്കും എന്നുള്ള അർത്ഥമാണ്. അത് വചനത്തിന്റെ ശക്തിയാണ്, വിശുദ്ധ ലിഖിതങ്ങളുടെ ശക്തിയാണ് ഈശോനാഥൻ അവിടെ പ്രകടമാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് ശ്രവിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഇത് സ്വീകരിക്കുകയും നമ്മൾ അതുപോലെ ജീവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പരിശുദ്ധ കുർബാനയിലൂടെയും ഉദാശകളിലൂടെയും വിശുദ്ധരുടെ മധ്യസ്ഥതകളിലൂടെയും ഒക്കെ നമുക്ക് നിത്യ സൗഭാഗ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക്, നിത്യജീവനിലേക്ക് ഒക്കെ നമുക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. എളുപ്പ വഴികളോ കുറുക്ക് വഴികളോ ഒന്നുമില്ല. നമ്മുടെ ജീവിതത്തെ മുഴുവനും നമ്മൾ മാറ്റിമറിക്കണം. നമ്മുടെ നിലപാടുകളെ മാറ്റിമറിക്കണം. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവവും ഞാനും അല്ലാതെ മറ്റൊരു ബന്ധവും നമുക്കുണ്ടാകരുത്. ആ രീതിയിലൂടെ നമ്മൾ കാര്യങ്ങളെ കാണണം. അപ്പൊ കൊഴുത്ത കാളക്കുട്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വിരുന്ന് വരുന്നവർക്ക് വേണ്ടി അന്നേരം അവർക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, വീട്ടിൽ വളർത്തുന്ന കാളക്കുട്ടികളെയാണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഒരു മടങ്ങി വരുന്ന വ്യക്തിക്ക്, ഒരു മകന് പിതാവ് നൽകുന്ന അനുഗ്രഹങ്ങളാണ്, നന്മകളാണ്. അപ്പൊ നമ്മളുടെ മടങ്ങി വരവ്, നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങി വരുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങള് നമ്മുടെ അരികിലേക്ക് മടങ്ങി വരുന്നത്, തെറ്റുകളും കുറ്റങ്ങളും എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി മടങ്ങി വരുമ്പോൾ അവരെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ കാണുവാനായിട്ടുള്ള ഉന്നതമായ കാഴ്ചപ്പാടുകൾ നമുക്കുണ്ടാകണം. ഈ കാലഘട്ടം ഒരുപാട് അടിമത്തങ്ങൾ സൃഷ്ടിക്കുകയാണ്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അതുപോലെ എന്താണ് പറയുക, തിന്മയുടെ ഒരുപാട് മ്ലേച്ഛതയുടെ അടിമത്തങ്ങളിലാണ് നമ്മുടെ പെൺകുട്ടികൾ. ഇത് നമുക്കറിയാം. നമ്മുടെ പല സെന്ററുകളിൽ, റീ അഡിക്ഷൻ സെന്ററുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആൺകുട്ടികളെ പോലെയോ അതിലേറെയോ ആണ് പെൺകുട്ടികൾ. ഒന്നിനും മടിയില്ലാത്ത വിധമായി എന്തൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ യുവജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ഈ ഒരു ജനറേഷൻ എത്രമാത്രം അപകടത്തിലാണ്.
നമ്മുടെയൊക്കെ കാലഘട്ടം, ഇപ്പൊ ഈ ഒരു പ്രായത്തിലുള്ളവരുടെയൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് നന്മയാണ് ഈ സമൂഹത്തിൽ, ലോകത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, എന്തുമാത്രം തിന്മയുടെ, അന്ധകാരത്തിന്റെ എന്തുമാത്രം സാഹചര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. കൊലപാതകം, കൊല്ലുന്നതിന് ഒരു മടിയില്ല, വഞ്ചിക്കുന്നതിന് ഒരു മടിയുമില്ല, ബലാത്സംഗം ചെയ്യുന്നതിന് മടിയില്ല, വ്യഭിചാരം ചെയ്യുന്നതിന് മടിയില്ല, മദ്യം ഉപയോഗിക്കുന്നതിന്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് മടിയില്ല, യാതൊരു ഭയവുമില്ല, ആരെയും പേടിയില്ല, അധ്യാപകരെ പേടിയില്ല, മാതാപിതാക്കളെ പേടിയില്ല, അധികാരികളെ പേടിയില്ല. ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലൂടെ വിശ്വാസ സമൂഹം ഒരു കുറഞ്ഞ കൂട്ടമെങ്കിലും എപ്പോഴും നിലനിൽക്കണം. അത്ര ഭയാനകമായ കാലഘട്ടത്തില് ഇതുപോലെയുള്ള കൂട്ടായ്മകളിലൂടെ തിരുവചനങ്ങൾ പ്രഘോഷിക്കപ്പെടുമ്പോൾ കാലഘട്ടത്തെ കീറിമുറിക്കുന്ന, കാലഘട്ടത്തിലെ അപകടാവസ്ഥകളെ തുറന്ന് പ്രഘോഷിച്ചുകൊണ്ട് തിരുവചനത്തിന് അധിഷ്ഠിതമായി പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകത്തക്ക വിധം, അനുതാപം ഉണ്ടാകത്തക്ക വിധം ഉള്ള പ്രഘോഷണങ്ങളിലൂടെ തിരുവചനത്തില് ഒരു തരത്തിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ പങ്കുവയ്ക്കുന്ന നമ്മുടെ ജോർജ് ബ്രദറിനെ പോലെയുള്ള കൂട്ടായ്മകളും അതുപോലെയുള്ള പ്രഘോഷകരും ഒക്കെയാണ് സമൂഹത്തിൽ സഭയിൽ ആവശ്യം. പാപത്തെ മൂടിവെക്കുന്ന, പാപത്തെ മറച്ചു വെക്കുന്ന ഉള്ള അവസ്ഥകളിൽ മാറിയിട്ട് തിരുവചനത്തിന്റെ ശക്തി എന്താണ്, തിരുവചനം കൊണ്ട് എന്താണ് നമ്മൾ സംഭവിക്കേണ്ടത്, അത് കീറി മുറിക്കണം. പ്രസംഗിക്കുന്നവനും കേൾക്കുന്നവനും കീറി മുറിയണം. അതുപോലെയുള്ള പ്രഘോഷണങ്ങളാണ് നമ്മൾ കൂട്ടായ്മയിലൂടെ വേണ്ടത്. അങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ടാണ് നാം പരിശുദ്ധ കുർബാനയിലൂടെയും കൂദാശകളിലൂടെയും എല്ലാം നിത്യ സൗഭാഗ്യത്തിലേക്ക് കടന്നു പോകുവാനായിട്ട് പരിശ്രമിക്കേണ്ടത്. നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നില്ലെങ്കിൽ വലിയ ദുരിതങ്ങളാണ് സംഭവിക്കുവാനിരിക്കുന്നതും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1-ാം തിരുവചനം, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഭവനം ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, സുഖം പ്രാപിക്കുകയില്ല. അപ്പോൾ നമ്മളിവിടെ കാണേണ്ടത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 38-ാം അധ്യായം 1-ാം തിരുവചനമാണ്. കർത്താവ് അരുളി ചെയ്ത് നിന്റെ ഭവനം ക്രമപ്പെടുത്തുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനം, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കള്, മരുമക്കള്, കൊച്ചുകുട്ടികള്, വരും തലമുറ, ഇവരെയൊക്കെ നമ്മൾ ക്രമപ്പെടുത്തണം. അല്ലാതെ നമ്മൾ ഏതെങ്കിലും കാര്യം ഉടായ്പ് കാണിച്ചുകൊണ്ട് വലിയ ഇമോഷനായിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്ന ജീവിക്കുന്നിടത്തല്ല. കൃത്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകണം. നീ മരിക്കും, അത് ദൈവമായ കർത്താവ് അരുളി ചെയ്തതാണ്. ഹെസക്കിയാ രാജാവിനോട്, യെശയ്യാ പ്രവാചകനോട് അരുളി ചെയ്തതാണ്. ഹെസക്കിയാ രാജാവ് ഭിത്തിയോട് ചേർന്ന് ഏകലടിച്ച് കരഞ്ഞു. കാരണം ദൈവത്തിന്റെ മുമ്പിൽ കാപട്യമില്ലാതെ ജീവിച്ച ഒരു രാജാവാണ് ഹെസക്കിയാ രാജാവ്. അദ്ദേഹം ഈ വാക്ക് കേട്ട് വേദനിച്ചു, കർത്താവിന്റെ മുമ്പിൽ ഹൃദയം ഉയർത്തി. അടുത്ത നിമിഷം യെശയ്യാ പ്രവാചകനോട് പറയുകയാണ്, നിനക്ക് ആയുസ് നീട്ടി തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ഹൃദയം നുറുങ്ങി ദൈവസന്നിധിയിൽ നമ്മുടെ വേദനകൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യുത്തരം കിട്ടും. വചന പ്രഘോഷകരിലൂടെ, ധ്യാനങ്ങളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, ബൈബിൾ വായനയിലൂടെ, റീഡിങ്ങിലൂടെ ഒക്കെ, ദിവികാരന്റെ ആരാധനയിലൂടെ ഒക്കെ നമുക്ക് മറുപടി കിട്ടും, നമുക്ക് ഉത്തരം കിട്ടും, നമ്മൾ വിജയിക്കും, നമ്മൾ രക്ഷ പ്രാപിക്കും. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ജീവിതമുണ്ട്. നമുക്ക് പ്രത്യാശ നഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, നിരാശയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം, എങ്കിൽ മാത്രമാണ് അവർ നമ്മളോടും അതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പെരുമാറുന്നതിന് കാരണമാകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ അയൽവാസികള്, നമ്മുടെ കൂട്ടായ്മകള്, നമ്മുടെ ഇടവക, ഇവിടങ്ങളിലെല്ലാം നമ്മുടെ ബന്ധങ്ങള്, മറ്റുള്ളവര് നമ്മളോട് എങ്ങനെ പെരുമാറണമോ അതുപോലെ നമ്മൾ അവരോട് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവരാജ്യം വളരുന്നത്. നമ്മള് ദൈവരാജ്യത്തിലാകുന്നത്, അനേകരെ ദൈവരാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുവാനായിട്ട് നമുക്ക് സാധിക്കാം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 7-8 തിരുവചനങ്ങൾ, ഏതെങ്കിലും ഒരു ജനതയോ ഒരു രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്ന് എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അവരോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെ കുറിച്ച് ഞാൻ അനുതപിക്കും എന്നാണ് ദൈവമായ കർത്താവ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മള് എന്താണോ, ഏതവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, ആ അവസ്ഥയിൽ നിന്ന് അനുതാപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ, ആ ദുരിതം എന്ന വാക്ക്, ദുരിതങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മോചനം ലഭിക്കും എന്നതാണ്
നമ്മളിവിടെ കാണേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ കുറച്ച് ചിന്തകൾ വളരെ കർക്കശമായ തോന്നാമെങ്കിലും അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഗ്രഹത്തിന്റെ പാതയിലേക്ക് നയിക്കുന്നതായിട്ട് നാം കാണുക. യേശുവിന്റെ മരണം വഴി മനുഷ്യവർഗത്തെ ഐക്യപ്പെടുത്തുകയും ഉത്ഥാനം വഴി സ്വർഗത്തിൽ മകനായി മകളായി ഉയർത്തപ്പെടുകയും ചെയ്യുന്ന യേശുവിന്റെ മരണത്തെയും ഉത്ഥാനത്തെയും സൂചിപ്പിക്കുന്നതാണ് മൃതനായിരുന്നു ഇപ്പോൾ ജീവിക്കുന്നു എന്ന വാക്കിന്റെ അർത്ഥം. ലൂക്കാ സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ മൃതനായിരുന്നു എന്നുള്ള ആ വചനത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്: യേശുവിന്റെ മരണം വഴി മനുഷ്യവർഗത്തെ ഐക്യപ്പെടുത്തുകയും ഉത്ഥാനം വഴി സ്വർഗത്തിൽ മകനായി മകളായി ഉയർത്തപ്പെടുകയും ചെയ്യുന്ന യേശുവിന്റെ മരണത്തെയും ഉത്ഥാനത്തെയും സൂചിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, തിരുവചനങ്ങളുടെ വ്യാഖ്യാനങ്ങള് നമ്മളൊരു തിരുവചന ഭാഗം വായിക്കുമ്പോൾ, ഒരു പോർഷൻ വായിക്കുമ്പോൾ ഈശോ ആരോട് എന്താണ് അപ്പോൾ സംസാരിച്ചത് എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ട് ആ തിരുവചനങ്ങളിൽ ആരൊക്കെയുണ്ട്? ഭൃത്യന്മാരുണ്ടോ? ദാസന്മാരുണ്ടോ? അല്ലെങ്കിൽ കൃഷിക്കാരോടാണോ പറയുന്നത്? അല്ലെങ്കിൽ മാവിനെ കുറിച്ചാണോ? കടുകുമണിയെ കുറിച്ചാണോ? എന്തെല്ലാം സാഹചര്യങ്ങളാണ് ആ തിരുവചന ഭാഗങ്ങളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിയെടുത്തിട്ട് യേശു ആ എന്ത് പശ്ചാത്തലമാണ്, എന്ത് സാഹചര്യമാണ് ആ തിരുവചനങ്ങളിലൂടെ അവിടെ ലക്ഷ്യം വെച്ചത്, ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയെടുത്ത് നമ്മൾ ധ്യാനിക്കുമ്പോഴാണ് തിരുവചനത്തിന്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് വരിക. അപ്പോൾ യേശു ആരോടാണ് സംസാരിച്ചത്? എപ്പോഴാണ് സംസാരിച്ചത്? എന്താണ് സംസാരിച്ചത്? യേശു സംസാരിക്കുമ്പോൾ അവിടെ എന്തെല്ലാം സാഹചര്യങ്ങളാണ് ഉള്ളത്? കർഷകരാണോ? ഭൃത്യന്മാരാണോ? രോഗികളാണോ? പിശാചുബാധിതരാണോ? യഹൂദരാണോ? പരിസയരാണോ? ഇങ്ങനെ ആരെല്ലാം ഉണ്ട് എന്നത് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് എന്ത് ഉദ്ദേശത്തോടെയാണ് യേശു അവിടെ സംസാരിക്കാൻ, ആ തിരുവചനം അവിടെ പ്രസംഗിക്കുവാൻ കാരണമായതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ തിരുവചനങ്ങൾ ധ്യാനിക്കണം. അങ്ങനെ വ്യക്തിപരമായ റീഡിങ്ങിലേക്ക് നമ്മൾ വളരണം. നമ്മൾ കേട്ട് മാത്രമാകരുത്, നമ്മളിൽ വളർച്ച ഉണ്ടാകണം. നമ്മളിൽ എല്ലാവരിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകണം. മറ്റുള്ളവരിലേക്ക് നന്മയായിട്ട് കടന്നു ചെല്ലുക, തിന്മയായിട്ട് കടന്നു ചെല്ലാനല്ല, മറ്റുള്ളവരിലേക്ക് നന്മയായിട്ട് സുവിശേഷമായിട്ട് കടന്നു ചെല്ലുവാൻ, മറ്റുള്ളവരെ വളർത്തിയെടുക്കാൻ. ഒരു നല്ല ലീഡർ, ഒരു കൂട്ടായ്മ ലീഡർ മറ്റുള്ളവരെ വളർത്തിയെടുക്കും, മറ്റുള്ളവർക്ക് വളരാൻ അവസരം കൊടുക്കും. അങ്ങനെയാണ് ഒരു നല്ല ലീഡർ വളരുന്നത്. അതാണ് ഒരു അപ്പസ്തോലികമായ ഒരു അഭിഷേകത്തിലേക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ അനേകർക്ക് സുവിശേഷം പങ്കുവയ്ക്കുവാൻ അവസരങ്ങൾ കിട്ടുന്നു, അനേകർക്ക് വന്ന് വചനം കേൾക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെ സുവിശേഷത്തിലൂടെ വളരുവാൻ, ജീവിക്കുവാൻ, രക്ഷ പ്രാപിക്കുവാൻ, നിത്യതയിലെത്തുവാനുള്ള വലിയൊരു സംവിധാനമാണിത്. കൂട്ടായ്മയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. എന്റെ സമയം അടുത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്റെ വാക്കുകളെയൊക്കെ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഇന്ന് കേട്ട തിരുവചനങ്ങളിലൂടെ നല്ല ചിന്തകൾ ഉണ്ടാകട്ടെ. സുബോധമുണ്ടായി എന്ന് പറയുമ്പോൾ തെറ്റുകൾ ഏറ്റുപറയുന്ന തീരുമാനം, അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും പാപം ചെയ്തു എന്ന തിരിച്ചറിവ്, ഇതൊരു തിരിച്ചറിവാണ്. സുബോധമുണ്ടായി എന്ന് പറയുമ്പോൾ സുബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? തിരിച്ചറിവുണ്ടാകുമ്പോഴാണ്. അങ്ങേക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു പോയി എന്ന തിരിച്ചറിവ് സുബോധമുണ്ടായി എന്ന് പറയുന്നതിനെ കാണും. അതുപോലെ തന്നെ നിന്റെ ദാസനിൽ ഒരുവനായി എന്നെ കണക്കാക്കണമേ എന്ന് പറയുമ്പോൾ ഒരു എളിമപ്പെടലാണ് അവിടെ വരുന്നത്. ദൈവപിതാവിന്റെ സന്നിധി, ദൈവത്തിന്റെ മുമ്പില് നമ്മൾ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് എളിമപ്പെടുകയാണ്. എളിമ എന്ന പുണ്യത്തിലേക്ക് വരികയാണ്. അതുപോലെ തന്നെ പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു. ഞാൻ പിതാവിന്റെ അരികിലേക്ക് മടങ്ങി പോകുമെന്ന നല്ല തീരുമാനമെടുക്കുന്നു. പാപത്തിന്റെ ഗൗരവം മനസ്സിലാക്കി പിതാവിന്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകുമെന്ന നല്ല തീരുമാനം എടുക്കുന്നു. അതുപോലെ തന്നെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറയുന്നു. തിരിച്ചറിവ്, ഇതുപോലെയുള്ള തിരിച്ചറിവ് ക്രിസ്ത്യാനികളായ നമുക്ക് വചനം ശ്രവിക്കുന്ന, വചനം പ്രഘോഷിക്കുമ്പോൾ അത് കേൾക്കുന്ന, അത് സ്വീകരിക്കുന്ന, അത് അനുസരിക്കുന്ന, വിശദീകരിക്കുമ്പോൾ നിത്യജീവൻ ആവശ്യമാണ്, നിത്യജീവനാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തിരിച്ചറിയുമ്പോൾ മാറ്റങ്ങൾ വരുത്തണം. നമ്മളിൽ തന്നെ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മളുമായി ഇടപഴകുന്നവർ, നമ്മുടെ കൂട്ടായ്മകള്, സഭയില്, സമൂഹത്തില്, നമ്മൾ എവിടെയൊക്കെയാണോ അവിടങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ മാറ്റങ്ങള് നാം മനസ്സിലാക്കി കൊടുക്കണം. പ്രിയമുള്ളവരെ, ഈശോ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കർത്താവിന്റെ കൃപയാൽ ഒരുമിച്ച് കൂടാം. ഇന്ന് കേട്ട ചിന്തകള് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആത്മാവിനെ ഒക്കെ കീറി മുറിക്കണം. നല്ല ചിന്തകളിലേക്ക് വളരണം. മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം നമ്മൾ വിചാരിക്കുന്നു, അതുപോലെ നമ്മൾ മറ്റുള്ളവരോടും പെരുമാറണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ബ്രദറെ, താങ്ക് യു. എപ്പം വിളിച്ചാലും തയ്യാറായിട്ട് വരുന്നു. ഇന്നത്തെ സന്ദേശത്തിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. വീണ്ടും നമുക്ക് തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമുക്ക് അല്പസമയം കൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അതോടുകൂടി നമുക്ക് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് കേട്ട വചനങ്ങളൊക്കെ ഏകദേശമൊക്കെ പാപത്തോട് ചേർന്നുള്ളതായിരുന്നു, എല്ലാം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകതയൊക്കെ നമ്മൾ പറഞ്ഞു. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന നഗ്നമായ ജീവിത രീതി അടിമത്തത്തിൻ്റെയും ഇപ്പോഴ് ഇന്നത്തെ ജനറേഷന് വസ്ത്രങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. സത്യമായിട്ടും അതിക്രമങ്ങളും പാപങ്ങളും നിറഞ്ഞിരിക്കുന്ന ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ജനറേഷൻ നന്നാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. മക്കള് നല്ല ജീവിതം നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് മാതാപിതാക്കളുടെ വിശദീകരണം മക്കളുടെ വിശദീകരണത്തിലേക്ക് പോകും. നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ജീസസ്, താങ്ക് യു ജീസസ്. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന, 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 ആരാധന.